ബിഗ് ബോസിന് ശേഷമാണ് രേണുസുധിയുടെ ജീവിതം അടിമുറി മാറിമറിഞ്ഞത്. വിദേശത്തും സ്വദേശത്തുമായി ഉദ്ഘാടനങ്ങളും പ്രൊമോഷനും അഭിനയവും വഴി നല്ലൊരു തുക ഓരോ മാസവും രേണു സമ്പാദിക്കുന്നുണ്ട്. അതിനിടയിലാണ് താരത്തിന് ക്യാൻസർ സ്ഥിരീകരിച്ചുവെന്ന റിപ്പോർട്ടുകൾ വന്നത്. എന്നാൽ രേണു ഇക്കാര്യം സമ്മതിച്ചിട്ടില്ല. ശരിയാണെന്നോ തെറ്റാണെന്നോ ഓരോരുത്തരും സ്കാൻ ചെയ്ത് മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. ഞാൻ ചിലപ്പോൾ ഈ പനിക്ക് മരുന്ന് വാങ്ങാനാകും ആശുപത്രിയിൽ പോയത്. ആണെങ്കിലും അല്ലെങ്കിലും എൻ്റെ അസുഖവിവരം പുറത്തുവിട്ടതിന് അത് തെറ്റായ കാര്യമാണ്. മെഡിക്കൽ എത്തിക്സിന് ചേർന്നതല്ല. ശക്തമായ നടപടി വേണം. എൻ്റെ കാര്യം മാത്രമല്ല ഓരോ രോഗിയോടും ചെയ്യരുത്. രോഗികൾക്ക് പ്രൈവസി ആഗ്രഹിക്കുന്നതല്ലേ. രോഗവിവരം പുറത്തുവിട്ടവർക്ക് എതിരെ ആശുപത്രി നടപടി സ്വീകരിക്കണം. നാളെ ആര് ആ ആശുപത്രി വിശ്വസിച്ച് ചികിത്സ തേടി പോകുമെന്ന് ക്യാൻസർ ഗ്രോസപ്പുകൾ പ്രതികരിച്ച് മെയിൻ സ്ട്രീം മണ്ണിന് നൽകിയ അഭിമുഖത്തിൽ രേണു പറഞ്ഞു. ഞാൻ പോരാളി തന്നെയല്ലേ. ഇത്രയേറെ സൈബർ ബുള്ളിങ്ങിന് ഏറ്റുവാങ്ങിയിട്ടുള്ള ഏത് സ്ത്രീയാണുള്ളത്? ഇത്രയും പേർക്കെതിരെ ഒറ്റയ്ക്ക് നിന്ന് പൊരുതുകയല്ലേ. എന്നെ വിടാതെ പിന്തുടരുകയല്ലേ. ക്യാൻസറാണെന്ന വാർത്ത കേട്ട് ഒരുപാട് പേർ വിളിച്ചു. സെലിബ്രിറ്റികളും അതിൽ ഉൾപ്പെടും. എന്താണെങ്കിലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നാണ് എല്ലാവരും പറഞ്ഞത്. ഓക്കെ അല്ലേ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. അല്ലാതെ അസുഖമുണ്ടോ ഇല്ലയോ ഒന്നും ചോദിച്ചില്ല. അവൾക്ക് കോൾഡ് റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ട് കാശാക്കാലോ. പക്ഷെ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അവരെല്ലാം ആത്മാർത്ഥമായി എൻ്റെ കൂടെ നിൽക്കുന്നവരാണ്. എല്ലാവരും പലവിധ ആവശ്യങ്ങൾക്കായി വിദേശയാത്ര നടത്തുന്നവരാണ്. ഞാൻ പോയാൽ മാത്രമാണ് പ്രശ്നമുണ്ടാകുന്നത്. എൻ്റെ പുറകെ മാത്രം നടക്കുന്ന ഒരു സംഘമുണ്ട്. അതിൽ ഒരു സ്ത്രീയുണ്ട്. ഞാൻ പാണ്ടിൽ സ്വർണം കടത്തി എന്നാണ് അവർ അവസാനം പറഞ്ഞ് പ്രചരിപ്പിച്ചത്. എയർപോർട്ടിൽ ഇരിക്കുന്നവർ മണ്ടന്മാരാണോ? അവർ ബുദ്ധിയുള്ളവരല്ലേ. ആരോഗ്യപരമായി എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഓക്കെയാണെന്ന് രേണു പറഞ്ഞു. സബ്സ്ക്രിപ്ഷൻ വിവാദങ്ങൾ മറുപടിയായി താരം നൽകി. എന്നെ വിമർശിക്കുന്ന പലരും സബ്സ്ക്രൈബേഴ്സാണ്. അവർ പൈസ കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചിലരെ എന്നെ വാച്ച് ചെയ്യാൻ ഇരുത്തിയിട്ടുണ്ട്. അവർ കണ്ടിട്ടാണ് പുറത്തുവിടുന്നത്. എൻ്റെ സബ്സ്ക്രൈബറായിട്ടുള്ള തിരുവനന്തപുരം സ്വദേശി ഒരു 21-കാരനുണ്ട്. അവൻ എന്നെ ഭയങ്കര കാര്യമാണ്. അവൻ്റെ കൂട്ടുകാർ അവൻ്റെ മുന്നിൽ വെച്ച് ഞാൻ സബ്സ്ക്രിപ്ഷനിൽ ഇട്ട ഫോട്ടോസ് ഒരു ദിവസം കാണിക്കുകയുണ്ടായി. അത് കണ്ട് അവൻ അവരെ ചോദ്യം ചെയ്തു. ചേച്ചി ഒരു സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്നും ഈ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാണെന്ന് അവർ അവനോട് പറഞ്ഞു. ലീക്കാക്കാൻ തന്നെ കയറിയവർ നിരവധിയുണ്ട്. ഞാൻ മാത്രമല്ല സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത്. ആൽബത്തിലും ഷോർട്ട് ഫിലിമിലും കാണിക്കുന്ന കാര്യത്തിൽ ഞാൻ സബ്സ്ക്രിപ്ഷൻ ഇടുന്നുണ്ട്. എല്ലാവർക്കും ക്യാഷും റീച്ചുമാണ് ലക്ഷ്യം. എന്നെ കുറ്റപ്പെടുത്തിയാലും സബ്സ്ക്രിപ്ഷനിൽ തുടങ്ങിയിട്ടുണ്ട്. 1.5 ലക്ഷം രൂപ മാസം എനിക്ക് വരുമാനം കിട്ടും. അല്ലാതെ 6 10 ലക്ഷമൊന്നും കിട്ടുന്നില്ല.